ഞങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഒരു ടെസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഞാൻ കൺഫേം ആയി, ഇനി ഞാൻ ഡിസ്ലെക്സിയ പോസിറ്റീവ് 100%. കേരതിങ്ങിയ നാട്, കേരളം എന്നൊക്കെ പറയുമ്പോഴും ഒരു കാലത്ത് കേരളത്തിൽ നിന്നായിരുന്നു ഈ വെളിച്ചെണ്ണ മുഴുവൻ പുറത്തേക്ക് പോയിരുന്നത്. അതെ. പിന്നീട് എന്തായിരുന്നു സിറ്റുവേഷൻ? ഇൻഡസ്ട്രി തമിഴ്നാട്ടിലേക്കായി ഷിഫ്റ്റായി. കൺസൈൻമെൻറ്റ് സെയിലായിരുന്നു പുറത്തേക്ക്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരുന്നില്ല. എക്സംഷൻ കിട്ടിയില്ല. പ്രാക്ടിക്കൽ നോട്ടീസ് വന്നിട്ടുണ്ടാവും. നോട്ടീസ് വന്നു. അപ്പോൾ 60 to 70 lakhs എക്സംഷന് ഞങ്ങൾക്ക് 1 കോടിയുടെ നോട്ടീസ് വന്നു. പിതാവ് മോൻ 12th കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് തന്ന ഒരു ചെറിയ ഒരു വാടകയ്ക്കെടുത്തൊരു സംരംഭത്തിൽ നിന്ന് ഇന്നിപ്പോൾ എത്ര കോടി വിറ്റുവരവായി? 250 crores കഴിഞ്ഞ കൊല്ലത്തെട്ടാണ്. 250 കോടി. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. കടകളിൽ ചെന്ന മലയാളികൾക്കും ഭാരതീയർക്കും എല്ലാവർക്കും പരിചയമുള്ളൊരു ബ്രാൻഡാണ് KLF നിർമ്മൽ. പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും പരിചിതമായ ഈ ബ്രാൻഡിൻ്റെ പിന്നിലാരാണ്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് സ്പാർക്ക് ചർച്ച ചെയ്യുന്നത്. ഇന്ന് എന്നോടൊപ്പം ഹോട്ട് സീറ്റിൽ അതിൻ്റെ സാരഥിയായ ശ്രീ പോൾ, അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. പോൾ സാർ, സ്വാഗതം സ്പാർക്കിലേക്ക്. ഹലോ. താങ്കളുടെ സ്വദേശം എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയിൽ. പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ഇരിഞ്ഞാലക്കുട, സെക്കൻഡ് സ്റ്റാൻഡേർഡും പിന്നെ ഞങ്ങൾ ഏർക്കാട് മോൺഫോർട്ട് സ്കൂളിലാണ് 3rd തൊട്ട് പഠിച്ചത്. ഓക്കെ. അപ്പോൾ പഠനം 12th എവിടം വരെ ആയിരുന്നു? ഞാൻ 8th വരെയാണ് ഏർക്കാട് പഠിച്ചത്. അവിടെ തന്നെ അവർ ഡീറ്റെയിൻ ചെയ്തു. അപ്പോൾ പിന്നെ ഫൈനലി അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 8ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പ് നിർത്തി. അതെ. പിന്നെ അപ്പോൾ പ്രൈവറ്റായിട്ട് പഠിച്ചോ? പ്രൈവറ്റായിട്ട് പഠിച്ചു. അപ്പോൾ 12ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു? 12ാം ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റ് പോയി, ഫ്രഞ്ച് എടുത്തിരുന്നത്. പിന്നെ പഠിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല. അപ്പോൾ താങ്കളുടെ ബിസിനസ് ഫാമിലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കളുടെ പിതാവിൻ്റെ പേര് എന്ത് ബിസിനസ്സായിരുന്നു അദ്ദേഹം? ഫാദർ ആയിരുന്നു KPL ഓയിൽ മിൽസിൻ്റെ ഫൗണ്ടർ, മാനേജിങ് പാർട്ട്ണർ ശ്രീ ഫ്രാൻസിസ് അല്ലേ? ഫ്രാൻസിസ്. ഓക്കെ. പിന്നെ അവിടുത്തെ ഒരു കണ്ടിന്യൂറ്റിയാണ് KSE, കേരള സോൾവെൻറ്റ്. ബിക്കോസ് മില്ലേഴ്സിന് വേണ്ടി തേങ്ങാപ്പിണ്ണാക്ക് ഫെർദർ പ്രോസസ്സ് ചെയ്യാൻ, എക്സ്പെലർ കഴിഞ്ഞ് ഫെർദർ പ്രോസസ്സ് ചെയ്യാൻ സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ ഓയിൽ മില്ലേഴ്സ് അസോസിയേഷനായിട്ട് എൻ്റെ ഫാദറിൻ്റെ ലീഡർഷിപ്പിലാണ് KSE 1972 അതിൻ്റെ ആരംഭ കാര്യങ്ങളൊക്കെ ചെയ്ത് 1978 അവിടെ പ്രൊഡക്ഷൻ എടുത്തു തുടങ്ങിയത് ഫാദർ. അപ്പോൾ താങ്കളുടെ പിതാവ് ഈ ഇൻഡസ്ട്രിയിൽ, അതായത് വെളിച്ചെണ്ണയിലേക്ക് ഉണ്ടായിരുന്ന പയനീർ ആയിരുന്നു. അപ്പോൾ +2 ഒക്കെ തോറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലേ, ആ സമയത്ത് ഫാദർ ഒരു ചോയ്സ് വന്നോ, ജോലി, ബിസിനസ്? ഫാദർ പറഞ്ഞു പറ്റിങ്ങ എഴുതി ക്രൈസ്റ്റ് കോളേജ് ഉണ്ട്, അവിടെ ഒരു 3 കൊല്ലം ഡിഗ്രി എടുത്തില്ലെങ്കിലും കോളേജിലെങ്കിലും കയറ്റാനുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ അത് അത്രയ്ക്കും ഇനി ഫെർദർ വേണ്ട എന്നുള്ളൊരു ഇത്. അപ്പോൾ ഫാദർ ഒരു കാര്യം പറഞ്ഞു, നാളെ പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. അത് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഫാദർ പിന്നെ എനിക്ക് ഒരു അപ്പൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മില്ലുണ്ടായിരുന്നു, പൂട്ടിക്കിടക്കണ മില്ല്, കൊടുങ്ങല്ലൂർ. ഇവിടുന്ന് 20 കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് വാടകയ്ക്ക് ഒരു മില്ല് എടുത്തു തന്നു. പിന്നെ ഫാദറിൻ്റെ ഗൈഡൻസിലും ഒക്കെയാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു അതിൻ്റെ പേരെന്താണ്? KLF ഓയിൽ മിൽസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. KL ഫ്രാൻസിസ് പിതാവിൻ്റെ പേരിൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ അന്ന് എന്ത് പ്രായമുണ്ട്? എനിക്ക് അന്ന് 18 വയസ്സ്. 18 വയസ്സിലാണ് സംരംഭം. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല? ഇല്ല, 1987. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് വല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയോ? ട്രെയിനിങ് KPL കൊപ്ര നോക്കാൻ എനിക്ക് ട്രെയിനിങ് കിട്ടി. അപ്പോൾ എന്താണെന്ന് പഠിച്ചു? ഒരുവിധം. കൊപ്ര നോക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും പഠിക്കില്ല, 2-3 കൊല്ലം എടുക്കും. ഒരു 5-6 മാസമൊക്കെ പോയി ഒരു ട്രെയിനിങ് കിട്ടി. അതിനുശേഷമാണ് KLF എന്ന് പറഞ്ഞ് തുടങ്ങുക. അപ്പോൾ അന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഒരു 7-8 പേരായിട്ടാണ് ആ മില്ല് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അന്ന് വെളിച്ചെണ്ണ നമുക്ക് ഇന്നിപ്പോൾ വളരെ കൺസ്യൂമർ പാക്കിലും ചെറിയ പാക്കിലൊക്കെയാണ്. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് കൺസ്യൂമർ പാക്ക് ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. എനിക്ക് തോന്നുന്നു കേരജം എന്ന് പറഞ്ഞിട്ട് ഒരു കേരള ബ്രാൻഡ് ഉണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ബ്രാൻഡ് ഉണ്ടായിരുന്നു. വേറെ പ്രൈവറ്റ് എങ്ങനെയായിരുന്നു പാക്കിങ്? എങ്ങനെയായിരുന്നു അന്ന്? ഞങ്ങൾ 15 kg ടിന്ന്, 5 kg ജാറ്. ഇത് ഇന്റർസ്റ്റേറ്റ്, കേരളത്തിന് പുറത്താണ്. അതെ. ഇവിടെ മാർക്കറ്റ് ഒന്നും ഇല്ല. ഇല്ല. ഇവിടെ എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന സാധനമാണ്. അതെ.
അപ്പോൾ അത് ടിന്നിലൊക്കെ കയറ്റി ഇവിടുന്ന് എങ്ങോട്ടാണത് ബ്രാൻഡ് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിട്ടത് പാകിസ്ഥാൻ ബോർഡറൊക്കെയാണ്, കച്ച്, ഭുജ്, അഹമ്മദാബാദ്. അപ്പോൾ ഗുജറാത്താണ്. ഗുജറാത്ത്. എന്നിട്ട് കച്ചവടമൊക്കെ കച്ചവടം അവിടെ രക്ഷപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ക്വാളിറ്റിക്ക് അവിടെ ഒരു പ്രോമിനൻസ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നല്ല ക്വാളിറ്റി അപ്പോൾ നമ്മൾ കോപ്പറ മേടിച്ച ആട്ടുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്. പിന്നീട് ഞങ്ങളത് അവിടെയൊക്കെ നിർത്തേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ ഈ മില്ല് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ട്രിച്ചനാപ്പള്ളിയിലൊരു ഡെപ്പോ ഉണ്ടായിരുന്നു. ഡിപ്പോ ആണ്. പക്ഷെ അതൊരു ചെറിയ വോളിയമുള്ളൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരു മില്ല് പ്രവർത്തിച്ച ടേൺ ഓവർ വരില്ല. അങ്ങനെ ഞങ്ങൾ കർണാടക ബേസ് ചെയ്ത്, പിന്നെ നാഗ്പൂർ, മഹാരാഷ്ട്ര, അങ്ങനെ അവിടെയൊക്കെ ബിസിനസ് നന്നായിട്ട് മെച്ചപ്പെട്ടു. അവിടെ കൺസൈൻമെൻറ്റ് ഏജൻസിനെ നമ്മൾ ഇട്ടു. ഒറീസ, കട്ടക്ക്, അങ്ങനെ ഒരു 5-8 സ്ഥലത്ത്. അപ്പോഴും 2 ലോഡ് വെളിച്ചെണ്ണ അവിടെ പറ്റുള്ളൂ ഒരാഴ്ചയിൽ, അത്രേ പറ്റുള്ളൂ. ഒരു 7 ടൺ ക്രഷിങ് കപ്പാസിറ്റി. അതും കറണ്ട് പോയാൽ അതും നടക്കില്ല, ജനറേറ്റർ ഇല്ല. കോസ്റ്റാണ് ഈ കൊടുങ്ങല്ലൂർ അറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോസ്റ്റാണ്. ഒരു മഴ പെയ്താൽ അപ്പോൾ കറണ്ട് പോകും, ജനറേറ്റർ ഇല്ല. ഉള്ള പരിമിതിക്കുള്ളിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ കാരണം കേരളത്തിൽ വിൽക്കുന്നില്ല. പിന്നെ ആ ഏരിയയിലത്തെ കൊപ്ര നല്ലതായിരുന്നു. ആ ഒരു ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. അതെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ എംപ്ലോയീസിൻ്റെ എണ്ണം കൂട്ടിയോ? എംപ്ലോയീസ് ഒരു 22 പേര് വരെ 2 കൊല്ലത്തിനകത്ത് വന്നു. അപ്പോൾ വേറെ ആരെങ്കിലും ഇതിൽ ബിസിനസ്സിൽ ഇൻവോൾവ് ആയോ? ബ്രദർ പുറത്ത് പോയി മാർക്കറ്റിങ്ങിനൊക്കെ ആളാണ് ഇടയ്ക്കിട്ട് പോയിരുന്നത്. ഞാൻ ഫുൾ ടൈം മില്ലായിരുന്നു. ഞാൻ കാലത്തോട്ട് വൈകുന്നേരം വരെ മില്ലാണ്. പിന്നെ അതിൻ്റെ ഒരു അടുത്ത ലെവൽ ഗ്രോത്ത് എങ്ങനെയായിരുന്നു പിന്നീട്? അതിൻ്റെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 1990 ഇവിടെ ഒരു പുതിയൊരു ഇൻഡസ്ട്രിയൽ പോളിസി വന്നു. എക്സംഷൻ, ഓയിൽ മില്ലേഴ്സിന് എക്സംഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഇരിഞ്ഞാലക്കുട ഒരു മില്ല് സ്റ്റാർട്ടിങ് എല്ലാം ഇട്ടു. 92 മാർച്ചിലാണ് ഞങ്ങളവിടെ പുതിയ പ്രൊഡക്ഷൻ തുടങ്ങിയത്. പുതിയ ഓയിൽ മില്ലിൻ്റെ പ്രൊഡക്ഷൻ 92 മാർച്ച്. അന്നത്തെ കാലത്ത് ഒരു 60 to 70 lakhs സെയിൽ ടാക്സ് എക്സംഷൻ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അത് കണ്ടിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. പക്ഷെ പ്രാക്ടിക്കലി ഞങ്ങൾ ലോക്കൽ സെയിലില്ലാത്തതുകൊണ്ട് കൺസൈൻമെൻറ്റ് സെയിലായിരുന്നു പുറത്തേക്ക്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്ക് എക്സംഷൻ കിട്ടിയില്ല. പ്രാക്ടിക്കൽ നോട്ടീസ് വന്നു. അപ്പോൾ 60 to 70 lakhs എക്സംഷന് ഞങ്ങൾക്ക് 1 കോടിയുടെ നോട്ടീസ് വന്നു. ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ 3%. അത് ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം എല്ലാം കൂടി അടിച്ചു വന്നു. ഇൻട്രസ്റ്റ് അടക്കം ഞങ്ങൾക്ക് 1,50,00,000 രൂപയോളം വന്നു. പിന്നെ ഞങ്ങളൊരു ചാൻസ് എടുത്തില്ല. ഞങ്ങൾ ഓൺ പ്രൊട്ടസ്റ്റ് പേ ചെയ്തു. അന്ന് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിസിനസ്സൊക്കെ അന്ന സമയത്ത് മാർജിൻ ഉണ്ട്. അപ്പോൾ പേ ചെയ്തു. സുപ്രീം കോർട്ട് വരെ പോയി. സുപ്രീം കോർട്ട് നമുക്ക് റിലീഫ് തന്നില്ല. ആയിക്കൂടിയുള്ള ഇൻട്രസ്റ്റിന് മാത്രം നമുക്കൊരു അമ്യൂണിറ്റി സ്കീം കിട്ടി. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധി അന്നൊരു വലിയ ഇത് ഏത് ഇയറിലാണത്? ഇതൊരു അപ്പേക്ക് ഒരു 95 ആയി കാണും. 95 1.2 crores എന്ന് പറഞ്ഞാൽ ഇന്ന് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രതിസന്ധി കുറച്ച് നാളുണ്ടായിരുന്നു. പക്ഷേ പിടിച്ചു നിന്നു, കയറി വന്നു വീണ്ടും. അതെ. അപ്പോൾ അടുത്ത ലെവലിലേക്ക് എങ്ങനെയാണ് പോയത്? പിന്നെ ഞങ്ങൾ 94 അപ്പം തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങളൊരു 94 92 ഇരിഞ്ഞാലക്കുട സ്വന്തം മില്ല് തുടങ്ങിയതിന് ശേഷം 94 ഞങ്ങളുടെ KLF നിർമ്മൽ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ലോഞ്ച് ചെയ്തു. അങ്ങനെയാണ് നിർമ്മൽ എന്ന് പറഞ്ഞത്. അതെ. അതിലെന്തൊക്കെ ഉൽപ്പന്നമായിരുന്നു? അതിൽ മെയിനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഹെയർ ഓയിലായിട്ട് ഉള്ള ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കൺസ്യൂമർ പാക്കറ്റിലായോ? കൺസ്യൂമർ പാക്കറ്റ്. അപ്പോഴേക്കും മാർക്കറ്റ് അങ്ങനെയായി ഡെവലപ്പ് ചെയ്യും അല്ലേ? മാർക്കറ്റ് ബാംഗ്ലൂർ ഓഫീസ് തുടങ്ങി. അത് ഈ 94-95 കേരളത്തിൽ പ്രാക്ടിക്കലി ഞങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിലൊരു ബ്രാൻഡിങ് എന്നുള്ള നിലയ്ക്ക് സ്വിച്ച് ഓവർ വന്നത്. അതുവരെ വെളിച്ചെണ്ണ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു. ഈ 90-91 തന്നെയാണ് കേര തുടങ്ങിയത്. അതൊരു യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഒരു എയ്ഡായിരുന്നു. 94 ശേഷമാണ് ഇവിടുത്തെ ബ്രാൻഡ്സ് തുടങ്ങിയത്. അപ്പോൾ ഏതൊക്കെ പാക്കിങ്ങിലാണ് നമ്മൾ ഇറക്കിയത്? ഞങ്ങൾ 100 gram, 200 gram, 500 gram, 1 liter. അതോ അപ്പോഴും പുറത്തുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു? അത് കേരളം ഉണ്ട്? അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ്സിൽ മാത്രം കുറച്ച് ഇഷ്യൂ കൊടുത്തിരുന്നു. 1-2 അന്ന് വർക്കീസ് അതായിരുന്നു മെയിനായിട്ട്. പിന്നീട് അത് പൂട്ടിപ്പോയി. അവരായിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ. അപ്പോഴും നമ്മുടെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. അതും സെയിൽ വളരെ കുറവായിരുന്നു. അത്
ഈ 93-94 കഴിഞ്ഞിട്ടാണ് വെളിച്ചെണ്ണയ്ക്ക് ടാക്സ് സിംപ്ലിഫൈ ചെയ്തത്. മറ്റേത് 5% സർചാർജും ഇതൊക്കെ കൂടി ഒരു 6 to 7% വെളിച്ചെണ്ണയ്ക്ക് ടാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓയിൽ മിൽ അസോസിയേഷനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അതൊരു 2%ലേക്ക് കുറച്ച്. അതിന് ശേഷമാണ് ഇൻഡസ്ട്രി തന്നെ റിവോൾവ് മാർക്കറ്റ് ബ്രാൻഡ്സും കൂടി. അപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ ഒതുങ്ങിയോ അതോ പിന്നെ എക്സ്പാൻഡ് ചെയ്തോ? പിന്നെ ഞങ്ങൾ 96-ൽ ഡബിൾ ചെയ്തു, 2000-ൽ പിന്നെയും ഡബിൾ ചെയ്തു പ്രൊഡക്ഷൻ. ഇപ്പോൾ വാടകയ്ക്കുള്ള മില്ല് 7 tons ഉള്ളിടത്ത് ഇവിടെ തുടങ്ങിയത് ഇരിഞ്ഞാലക്കുട തുടങ്ങിയത് 12 tons. പിന്നെ 24 tons ആയി. 30 tons വരെ ഇരിഞ്ഞാലക്കുട എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അത് 60 tons ആക്കി 2000-ൽ. 2000-ന് ശേഷം ഞങ്ങൾ 60 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ 2009-ൽ വേറെ ഫാക്ടറി ഇട്ടു. തമിഴ്നാട്ടിൽ എവിടെയാണ്? അത് പെരിന്തുറൈ എന്ന് പറയും, ഈറോഡ് ഡിസ്ട്രിക്ട്. ഈറോഡ് ഡിസ്ട്രിക്ട്. അത് എന്ത് കപ്പാസിറ്റിയിലുള്ളതാണ്? അത് 40 tons. അപ്പോൾ 60, 40, 100 tons ഡെയിലി കൃഷി ചെയ്യാം. ഡെയിലി കപ്പാസിറ്റി. അവിടെ നിന്നാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മളൊരു വെളിച്ചെണ്ണ എന്നുള്ളത്. അതെ, അവിടെ നമ്മൾ വളരെ ഞങ്ങൾ വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. വലിയ സ്ഥലം വേണം, ബിഗർ സ്പേസ് വേണം. അപ്പോൾ ഞങ്ങൾ മിൽക്ക് പൗഡർ, മിൽക്ക്, പിന്നെ ഇപ്പോഴത്തെ നല്ലെണ്ണ ഓയിൽ മില്ല് ഇരിഞ്ഞാലക്കുടയാണെങ്കിലും അതും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈറോഡാണ് തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല എള്ളുള്ള സ്ഥലം. ഇത് ഞങ്ങളുടെ സറൗണ്ടിങ് ഏരിയയിൽ കപ്പലണ്ടിയും എള്ളാണ് അവിടുത്തെ മെയിൻ ക്രോപ്പ്. അപ്പോൾ അതാണ് ഇപ്പോൾ നെക്സ്റ്റ് ഒരു എക്സ്പാൻഷൻ എന്ന് പറയാനായിട്ട്. അപ്പോൾ വിവിധതരം പ്രോഡക്റ്റുകളിലേക്ക് ഇറങ്ങി. നമ്മുടെ കേരതിങ്ങിയ നാട്, കേരളം എന്നൊക്കെ പറയുമ്പോഴും ഒരു കാലത്ത് കേരളത്തിൽ നിന്നായിരുന്നു ഈ വെളിച്ചെണ്ണ മുഴുവൻ പുറത്തേക്ക് പോയിരുന്നത്. പിന്നീട് എന്തായിരുന്നു സിറ്റുവേഷൻ? ഒരു 96-97 ശേഷം ഇൻഡസ്ട്രി മറഞ്ഞു. ഇവിടുന്ന് ഇൻഡസ്ട്രി തമിഴ്നാട്ടിലേക്കായി ഷിഫ്റ്റായി. ഇപ്പോൾ കേരളത്തിലുള്ള മില്ലുകൾ കേരളത്തിൽ മാത്രം കേറ്റർ ചെയ്യുന്നു. ഇവിടുന്ന് ഇൻഡസ്ട്രിയിട്ട് പോകുന്നത് വളരെ കുറവാണ്. ചിലപ്പോൾ പുറത്തുനിന്ന് ഇങ്ങോട്ടും വരണ്ടാവും അല്ലേ? ധാരാളം 50%, 60% പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ശരിക്കും കേരനാട് എന്നൊക്കെ പറയുന്നത് വെറുതെ ആയപ്പോൾ അല്ലേ? വെളിച്ചെണ്ണയുടെ കാര്യം പറയും ഒരു പരിധി വരെ. പക്ഷേ അപ്പോഴും കുറച്ച് ബ്രാൻഡ്സ്, ഞങ്ങളും മറ്റുള്ള കുറച്ച് ബ്രാൻഡ്സ് കേരള കൊപ്ര മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ഈ KLF നിർമ്മലിൻ്റെ പിന്നെ അടുത്ത വളർച്ച വരുന്നത്. അതെ, കാരണം കേരള മാർക്കറ്റുമായി ബാക്കി ഇന്ത്യയിലെ പല പ്രമുഖ, അതിനുശേഷം എക്സ്പോർട്ട് തുടങ്ങിയോ? 2002-ലാണ് എക്സ്പോർട്ട് തുടങ്ങിയത്. 2001, 2002-ലാണ് ഗൾഫിൽ എക്സ്പോർട്ട് തുടങ്ങിയത്. എല്ലാ GCC-ലും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എത്ര രാജ്യങ്ങളിലുണ്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് GCC 5 കൺട്രിയും ബാക്കി 5 ഒരു 10 കൺട്രീസിലുണ്ടാവും. 10 രാജ്യങ്ങളിലുണ്ട്. കേരളത്തിന് നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ടോ? കേരളയും ഗൾഫും ഒരേ വോളിയമാണ്. അത്രയ്ക്ക് വലിയ മാർക്കറ്റാണ് ഗൾഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാരണം കുറച്ച് ഡൗൺ ആണെങ്കിലും കേരളയും ഗൾഫിലും ഈക്വൽ മാർക്കറ്റാണ്. KLF നിർമ്മൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണോ അത് പൊസിഷൻ ചെയ്തത്? പ്രീമിയം ക്വാളിറ്റിയാണ്. പ്രീമിയം ക്വാളിറ്റിയിലാണ് ഞങ്ങളുടെ എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇപ്പോൾ സാധാ ബ്രാൻഡായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീമിയം ഔട്ട്ലെറ്റുകളിലാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ ഒരുവിധം 99% ഔട്ട്ലെറ്റ്സിലും ഉണ്ട്. അതായത് പ്രീമിയം ഔട്ട്ലെറ്റ്സിലും ഉണ്ട്, മറ്റേ ഔട്ട്ലെറ്റ്സിലും ഉണ്ട്. ഇപ്പോൾ എത്ര പ്രോഡക്റ്റ് റേഞ്ച്, SKUs എന്ന് പറയില്ല, എത്ര പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട്? മോർ ദാൻ 100 SKUs ഉണ്ടോ? 100ഓളം ഉണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ എല്ലാ പ്രോഡക്ട്സും നോക്കുമ്പോൾ പിതാവ് മോൻ 12th കഴിഞ്ഞപ്പോഴത്തേക്ക് ഇട്ട് തന്ന ഒരു ചെറിയ ഒരു വാടകയ്ക്കെടുത്തൊരു സംരംഭത്തിൽ നിന്ന് ഇന്നിപ്പോൾ എത്ര കോടി വിറ്റുവരവായി? 250 crores ആണ് കഴിഞ്ഞ കൊല്ലത്തെ ടേൺ ഓവർ. 250 കോടി നമുക്ക് കേരളത്തിന് അഭിമാനിക്കാം. 7 പേരുമായാണ് തുടങ്ങിയത്. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു 500 to 600 വർക്കേഴ്സ് തമിഴ്നാടും കൂടി ചേർത്തിട്ട് 600ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ വേറെ പ്രോഡക്ട്സിലോട്ട് കയറിയപ്പോൾ ഇത് ബ്രാൻഡ് ചെയ്യണം, ഇത് വളർത്തണം, അതിനുള്ള എഫേർട്സ് കാലാകാലങ്ങളിൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കോക്കനട്ടിൽ ഹയസ്റ്റ് റേഞ്ച് നമുക്കാണ്. നമ്മളെക്കാളും ഹയർ ടേൺ ഓവറുള്ള കമ്പനീസ് ഉണ്ടാവും ഇന്ത്യയിൽ, 1-2 കമ്പനി ഉണ്ടാവും. പക്ഷേ ഇത്രയ്ക്കും റേഞ്ച് വേറെ ആർക്കും ഇല്ല. ഇന്ത്യയിൽ നിന്നല്ല പുറത്തും ഉണ്ടാവില്ല. ഒരു എല്ലാ ഫുൾ റേഞ്ച് ഉണ്ട്. റൈറ്റ് ഫ്രം മിൽക്ക് പൗഡർ ടു മിൽക്ക്, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇൻക്ലൂഡിങ് ചട്നി. ഇപ്പോൾ വിനീഗർ തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഒരു ഡിഫറൻസിന് ഇപ്പോൾ ഡിസ്റ്റിൽ ചെയ്ത വിനീഗറാണ്, വൈറ്റ് കളറിലുള്ള, ഈ മട്ടുള്ള വിനീഗറല്ല, വൈറ്റ് കളറിലുള്ള. ഈ ഓരോ പ്രോഡക്റ്റും ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 1 year മിനിമം. ചില പ്രോഡക്റ്റ്സൊക്കെ ഈ ചട്നിയൊക്കെ 5 കൊല്ലം എടുത്തു.
അതൊരു റെഡി ടു ഈറ്റ് ആണോ റെഡി ടു കുക്കാണോ? റെഡി ടു കുക്കാണ്. റെഡി ടു കുക്ക് എന്ന് പറഞ്ഞാൽ അധികം കുക്കിംഗ് ഒന്നുമില്ല, വെറുതെ ബ്ലെൻഡ് ചെയ്താൽ മതി, വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു ടീമുണ്ടോ? ടീമുണ്ട്, പിന്നെ ഞാനും വളരെ ഇൻവോൾവ് ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സീനിയർ ടീംസ് ഇല്ല. നമ്മുടെ കൂടെ കെമിക്കൽ എഞ്ചിനീയറും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു R&D ഉണ്ട്. ബട്ട് അങ്ങനെ ഒരു മറ്റൊരു വലിയ കമ്പനികളുടെ പോലെ വലിയൊരു ഇൻഡിപെൻഡൻറ്റ് ടീം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വളർച്ച ഒരു ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയായിരുന്നു അല്ലേ? അതെ, ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയാണ്. ബട്ട് കുറേയൊക്കെ ഒരു ഹാർഡ് വർക്കും ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു നിർമ്മൽ എന്നിട്ട് വേറൊരു ബ്രാൻഡും കൂടി ലോഞ്ച് ചെയ്തു അല്ലേ? എപ്പോഴായിരുന്നു അത്? 2014 ഞങ്ങൾ നിർമ്മലും സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് കോക്കോനാട് എന്നും പറഞ്ഞിട്ട് നമ്മൾ കോക്കോനാട് മെയിൻലി കുക്കിംഗ് സെഗ്മെൻറ്റ്, എസ്പെഷ്യലി ഞങ്ങൾക്ക് മിൽക്ക് പൗഡറിനൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുക്കിങ്ങിന് വേണ്ടി വേറെ ബ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ചു. അത് ഇപ്പോൾ കോക്കോനാട് ഒരു 110 crores ഇൻഡിവിജ്വലി, അതിൻ്റെ ടേൺ ഓവർ 110 crores എങ്കിലും. വെരി ഗുഡ്. ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ 250 കോടി. 250. അതെ. അപ്പോൾ ഇന്ന് ഫാമിലി ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്? നമുക്ക് നല്ലൊരു കോർ ടീമുണ്ടോ? ഇതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? മൂത്ത ബ്രദറിൻ്റെ മകനാണ് ബാംഗ്ലൂർ ഓഫീസ് മാർക്കറ്റിംഗ് ഇപ്പോൾ ഹെഡ് ചെയ്യണത്. എൻ്റെ രണ്ടാമത്തെ ബ്രദറായിരുന്നു അവിടെ ആയിരുന്നത്. ഇപ്പോൾ ഈ യങ്ങർ ജനറേഷൻ വന്നപ്പോൾ ആളാണ് അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്. ഇ-കോമേഴ്സ് യങ്ങർ ജനറേഷൻ ആയതുകൊണ്ട് ഇ-കോമേഴ്സൊക്കെ അവരാണ് ഹാൻഡിൽ ചെയ്യണത്. ആൻഡ് വി ആർ ഡൂയിങ് പ്രിറ്റി വെൽ ദാൻ അതർ കേരള കമ്പനീസ്. ഇ-കോമേഴ്സ് വി ആർ ഡൂയിങ്. അപ്പോൾ ഓൺലൈനിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ നിരവധിയാണ്. ഉണ്ട്. വെളിച്ചെണ്ണ അടക്കം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കോവിഡ് കാലം വന്നപ്പോൾ എന്തായിരുന്നു? ഒരു പ്രതിസന്ധിയായിരുന്നു, അവസരമായിരുന്നു? 40-50% ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് വന്നു. ഓക്കെ, വെരി ഗുഡ്. അതെങ്ങനെ സംഭവം? ഓൺലൈൻ അത് മെയിനായിട്ട് ഈ കോവിഡ് ആദ്യത്തെ 2 മാസം മോശമായിരുന്നു. പിന്നെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് ഓഫ്ലൈൻ ബിസിനസ്, അതായത് കടകളിലുള്ള ബിസിനസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡിബിൾ സെക്ഷനിൽ ഒരു ആദ്യത്തെ 1-2 മാസം കുറഞ്ഞു. അപ്പോൾ അത് കുറച്ച് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹെയർ ഓയിൽ സെഗ്മെൻറ്റ്, പേഴ്സണൽ കെയർ കുറഞ്ഞു. കുക്കിംഗ് ഓയിൽ ഗ്രോത്ത് ഇല്ലെങ്കിലും സെയിൽ താന്നിട്ടില്ല. ബാക്കി ഒരു ടീം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് അവരാണോ ചെയ്യുന്നത്? താങ്കൾ എല്ലാ ദിവസത്തിലും ഇൻവോൾവ് ആണോ? ഞങ്ങളെല്ലാവരും ഇൻവോൾവ് ആണ്. ടീമിനെ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡയറക്റ്റ്ലി ഞങ്ങൾ ഇൻവോൾവ് ആണ്. അല്ലാണ്ട് അത് എളുപ്പമല്ല. ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ ഡെയിലി പ്രൈസാണ്. അപ്പോൾ അതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ അത് എളുപ്പമല്ല. ദാറ്റ് ലീഡ്സ് ടു സോഴ്സിങ്. ഈ പ്രോഡക്റ്റ് എവിടെ നിന്നാണ് അത് വരുന്നത്? നമ്മുടെ തേങ്ങ ഞങ്ങൾ മലബാറാണ്. അതായത് തൃശ്ശൂർ, അപ്പർ തൃശ്ശൂർ തൊട്ട് മിഡിൽ കേരള തൊട്ട് കാസർഗോഡ് വരെയുള്ള ഞങ്ങൾ ഡെയിലി തമിഴ്നാട്ടിൽ തന്നെ 1.25 ലക്ഷം നാളിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഡെയിലി. അത് ഈ മിൽക്ക് പൗഡറിനും മിൽക്കിനും കൊപ്രയ്ക്കും എല്ലാം ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാലാകാലങ്ങളിൽ നിങ്ങൾ ബ്രാൻഡിങ് കൃത്യമായി ചെയ്തിട്ടുണ്ട്. നിരവധി ബ്രാൻഡ് അംബാസഡർമാരെയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ആരൊക്കെയായിരുന്നു നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്? നിർമ്മൽ ലോഞ്ച് ചെയ്തപ്പോൾ കുക്കിങ്ങിന് ഇന്നസെൻ്റ് ആയിട്ടാണ്, ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയാണ്. പിന്നെ മീര ജാസ്മിൻ ഉണ്ടായിട്ടുണ്ട് ഹെയർ ഓയിലിന്. പിന്നെ 2014 റീബ്രാൻഡ് ചെയ്തപ്പോൾ മോഹൻലാൽ സാറായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം പല ചെറിയ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി വിനീത് ശ്രീനിവാസൻ ഫോർ മിൽക്ക് പൗഡർ. പിന്നെ ഈ വിനീഗർ ലോഞ്ചിൻ്റെ അജു വർഗീസ്. ഓക്കെ. അപ്പോൾ നല്ല കൃത്യമായ ബ്രാൻഡിങ് പ്ലാനിങ്ങും ഒക്കെ കൂടി തന്നെയാണത്. അത് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ പോലെ ഓവർ സ്പെൻഡ് മുതലാവില്ല. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എള്ളിൻ്റെ നല്ലെണ്ണയുടെ മില്ല് തമിഴ്നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ. ബിക്കോസ് അവിടെയാണ് എള്ള് കിട്ടാനും. കേരളത്തിലത്തെ ക്ലൈമറ്റിനേക്കാളും ബെറ്റർ ക്ലൈമറ്റാണ് തമിഴ്നാട്ടിൽ. നല്ലെണ്ണയ്ക്ക് അവിടെയാണ് ഒരു വലിയ മാർക്കറ്റും. ഗൾഫിലും ഉണ്ട്, അവിടെയും ഉണ്ട്. കേരളത്തിലുള്ള നല്ലെണ്ണയ്ക്ക് വലിയ പ്രീമിയം ഒരു ബേണിംഗ് ഓയിലായിട്ടാണ് മിക്കതും എടുക്കുന്നത്. പിന്നെ കുറച്ച് പ്രോഡക്ട്സ് ലൈനിലുണ്ട് കോക്കനട്ടിൻ്റെ തന്നെ. ഒക്കെ നീഷ് ഐറ്റംസ്. കോക്കനട്ട് ചിപ്സ് നോക്കുന്നുണ്ട്, പിന്നെ സിറപ്പ് നോക്കുന്നുണ്ട്, പിന്നെ ഫ്ലേവേർഡ് കോക്കനട്ട് ഡ്രിങ്ക് നോക്കുന്നുണ്ട്. പിന്നെ ടെട്രാ പാക്കിൽ ഇപ്പോൾ മിൽക്ക് വരാൻ പോകുന്നുണ്ട്. അത് അടുത്ത മാസം വരും. അപ്പോൾ KLFൻ്റെ വളർച്ച ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇന്നൊവേഷനും പുതിയ പ്രോഡക്റ്റുകൾ കാലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓൺ കോക്കനട്ട്
ഓൺ കോക്കനട്ട്. ഓൺ കോക്കനട്ട്. അതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എവിടെയും ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല അല്ലേ? വേറൊരു ബിസിനസ്സിൽ ഇല്ല ഇല്ല ഇല്ല, ഇതിൽ തന്നെയാണ് focus ചെയ്തത്. ഇതിലും നല്ലെണ്ണയും ഒരു ക്വാളിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യണ ഒരു ഇതിലേക്കാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു റിഫൈൻഡ് ഓയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആസ് ഗുഡ് ആസ് എല്ലാവരും ഒരു ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ റിഫൈൻഡ് അല്ലാണ്ടുള്ള നല്ല സ്മെല്ലും കളറൊക്കെ റിവാർഡ് ചെയ്യണ ഓയിൽസാണിത്. അങ്ങനെയാണ് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. താങ്കൾ തുടക്കത്തിൽ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നില്ല എന്ന് തന്നെ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ ഇന്ന് ഒരു 250 കോടി വിറ്റുവരവുള്ള ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് വളർത്തിയ വ്യക്തിയാണ്. ഇതിൻ്റെ വിജയത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അത്? അത് പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ്. വേറെ ഒന്നിൽ ഷൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ ഫുൾ ടൈം ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്കൊരു കോളേജ് ലൈഫ് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഒന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്കും ഫോക്കസും, മോർ ദാൻ ഹാർഡ് വർക്ക് ഫോക്കസാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതൊരു കാര്യം. പിന്നെ വേറെ എന്താണ്? വേറെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു കുറേയൊക്കെ ഒരു ഭാഗ്യം ഫാക്ടർ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഫാദറിൻ്റെ ഗൈഡൻസും ഗുഡ് വില്ലും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫണ്ടില്ലാണ്ട് നമുക്ക് പ്രൈവറ്റ് ഡെപ്പോസിറ്റ്സ് കുറേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഫാദറിൻ്റെ ഗുഡ് വില്ല് കാരണമാണ് നമുക്ക് ഡെപ്പോസിറ്റ്സ് കിട്ടിയേക്കണേ. അപ്പം അന്നൊക്കെ മണി ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ട്. ഇന്നങ്ങനെയില്ല. ഇന്നിപ്പോൾ ഫണ്ട് വന്നാലും പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഭയങ്കര ടഫ് മാർക്കറ്റാണ്. അന്നൊക്കെ മറ്റേ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഒന്ന് നന്നായി വർക്ക് ചെയ്തു, അതോടൊപ്പം തന്നെ ഫോക്കസ് അതാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വേറെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ചിലപ്പോൾ ഇത് കണ്ടിരിക്കുന്ന പല സംരംഭകർക്ക് അതൊരു നല്ല മെസ്സേജ് ആയിരിക്കാം? 3 ക്വാളിറ്റി അത് നിങ്ങളുടെ വിജയത്തിൻ്റെ ഘടകമാണ്. ക്വാളിറ്റി ഫോക്കസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഫോക്കസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരിക്കലും കോംപ്രമൈസ്, അത് മറ്റുള്ളതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഇറക്കാനുള്ള ഒരു ഫോക്കസാണ് അതിൻ്റെ ഒരു ഇതാണ്. അതോടൊപ്പം 4ാമത്തെ ഇന്നോവേഷൻ, അതിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കും. അതെ. പിന്നെ കൂടുതൽ ഇത് തന്നെ ഫുൾ ടൈം ഇതിൽ തന്നെ മറ്റുള്ളവർ ഇറക്കാത്ത പ്രോഡക്ട്സ് ഇറക്കുക, കോക്കനട്ടിൽ തന്നെ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഇറക്കുക. അത് തന്നെയാണ് ഇനി ഭാവിയിലും പരിപാടി. കോക്കനട്ട് ഇപ്പോൾ ഒരു ഇതൊക്കെ ആയി കോക്കനട്ടിൽ, എന്നാലും ഇനിയും റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ട് പഠിക്കാതിരുന്നത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? പണ്ട് പഠിക്കാണ്ടിരുന്നത് എന്താണെന്ന്, എനിക്കിപ്പോൾ 53 വയസ്സായി. ഞാൻ 48 വയസ്സിലാണ് ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, ആൾ ഡോക്ടറാണ് ഇപ്പോൾ, എൻ്റെ ക്ലാസ്മേറ്റ്. അപ്പോൾ പഴയ പ്രോബ്ലംസൊക്കെ പറഞ്ഞു വന്നപ്പോൾ അങ്ങോര് പറഞ്ഞു, നിങ്ങൾ ഡിസ്ലെക്സിക് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ബിക്കോസ് ടൈപ്പിംഗ് എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഞങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഒരു ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ കൺഫേം ആയി, ഇനി ഞാൻ ഡിസ്ലെക്സിയ പോസിറ്റീവ് 100%. അപ്പോൾ അതൊരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. 48 വയസ്സിൽ അത് അറിയാമെന്ന് പറയുമ്പോൾ അത് ഞാൻ പഠിച്ച സ്കൂൾ അന്നത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ് എന്ന് പറയാം സൗത്ത് ഇന്ത്യയിലോ ഇന്ത്യയിലോ. അവർക്കടക്കം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കാലത്ത് അതിനുള്ള മാർഗ്ഗങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനൊരു സങ്കടമുണ്ട്. പക്ഷേ അത് മേ ബി അത് നല്ലതായിരിക്കും, അറിയില്ല. കാരണം അന്ന് ഡിസ്ലെക്സി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ താങ്കൾ ചിലപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്തിരിക്കേണ്ട ആളായിരുന്നു അല്ലേ? ചിലപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് വിജയിപ്പിച്ചു. KLF നിർമ്മൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് 250 കോടി വിറ്റുവരവിലേക്ക് എത്തിച്ചു അല്ലേ? അപ്പോൾ ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നല്ലൊരു ടീമുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. യെസ്, ഇപ്പം മുമ്പത്തെ കാലൊക്കെ കോൺഫിഡൻസ് ഇപ്പോൾ, അന്ന് ചെറുപ്പത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല. ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു. ഇപ്പം നമുക്ക് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ഒരു പരിധി വരെ. അടുത്ത ലെവലിലേക്ക് എത്തിക്കാം. ഇതല്ലെങ്കിലും വേറെ പ്രോഡക്റ്റ് ആയാലും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ധൈര്യമുണ്ട്, ആത്മവിശ്വാസം കൂടി ഡെഫിനറ്റ്ലി. നിങ്ങൾ കേട്ടു ശ്രീ പോൾ. KLF നിർമ്മൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാൻഡിനെ പടുത്തുയർത്തിയതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും സഹോദരങ്ങൾക്കുള്ളതാണ്. വലിയൊരു ബ്രാൻഡ്, 250 കോടി രൂപ വിറ്റുവരവുള്ള ഒരു കേരള ബ്രാൻഡ്, അത് 10 രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റും അമേരിക്കയും അടക്കം, അതിലേക്ക് 100-ൽ പരം ഉൽപ്പന്നങ്ങളും അവർക്കുണ്ട്. ക്വാളിറ്റിയിൽ എന്നും നമ്പർ 1, ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞ കാര്യം ഡിസ്ലെക്സിയ. 12ാം ക്ലാസ് പാസ്സാവാതെ ഒരു പിതാവ്
മകന് ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു അവസരം കൊടുക്കുന്നു. 48-ാമത്തെ വയസ്സിലാണ് അത് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസ്ലെക്സി ആയിരുന്നു എന്നാണ്. അതൊരു തടസ്സമാണോ? അല്ല, പഠനമല്ല. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും പഠിച്ചാൽ എന്ന്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും നന്നായി പഠിച്ചവരൊക്കെ ബിസിനസ് തുടങ്ങിയാൽ ചിലപ്പോൾ വിജയിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ വിജയത്തിന് അദ്ദേഹം തന്ന മന്ത്രം തന്നെ നമുക്ക് ധാരാളമാണ്. അദ്ദേഹം കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തതും നല്ല കഠിനാധ്വാനം, വേറെ ഒന്നിലേക്കും ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, വേറൊരു ബിസിനസ്സും ചെയ്തിട്ടില്ല. സംരംഭകർക്കിതൊരു നല്ല പാഠം തന്നെയാണ്. KLF നിർമ്മൽ എന്നും കേരളത്തിൻ്റെ സംരംഭക ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതേണ്ട ഒരു ബ്രാൻഡ് തന്നെയാണ്. അതിൻ്റെ പിന്നിൽ ഇത്തരം നല്ല ഹാർഡ് വർക്ക്, കഠിനാധ്വാനം തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. സർ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങുകയും ഒരു വലിയ വിഷൻ ഉണ്ടാക്കുകയും വലിയൊരു ബ്രാൻഡിനെ നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ ലോകത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയും, താങ്കളുടെ വാക്കുകളിൽ വളരെ സ്പഷ്ടമാണ് ഇനിയും ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകളുമായി മാർക്കറ്റിൽ വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഥ, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ കഥ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസൻറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ ടീമിൻ്റെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. ഇനിയും ഉയരട്ടെ, ഉയരങ്ങളിൽ എത്തിച്ചേർന്ന് ലോകം അറിയപ്പെടുന്നൊരു ബ്രാൻഡായി തീരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.